കോളറ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ഡിഎംഒ. അതേസമയം രോഗാണുക്കളുടെ ഉറവിടം കണ്ടെത്താനായില്ലെന്നും പരിസര പ്രദേശങ്ങളിലെ കിണറുകൾ അണുവിമുക്തമാക്കിയതായി ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഡിഎംഒ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് മലപ്പുറം ജില്ലയിലെ പുളിക്കലിനടുത്ത് ഒളവട്ടൂരിലെ ഒരു യുവതിക്ക് കോളറ ബാധിച്ചതായി സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ സംഘം അടിയന്തര യോഗം ചേർന്നു. പ്രദേശത്തെ അണുവിമുക്തമാക്കിയതായും ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ഡിഎംഒ ഉമറുൽ ഫാറൂഖ് പെർട്ടിക്കുലർ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവിടെയുള്ള തൊട്ടടുത്തുള്ള 4 കിണറുകളിലെ വെള്ളം എടുത്തുകൊണ്ട് പൂക്കോട് വെറ്റിനറി ലാബുണ്ട്. ആ ലബോറട്ടറിക്ക് വെള്ളം DSO നേരിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ വൈബ്രിയോ കൾച്ചർ അറിയാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമായതുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ പകരുന്നതുകൊണ്ട് നല്ല എണ്ണം തിളപ്പിച്ച ആറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതേസമയം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 10 പേർക്ക് ഡെങ്കിപ്പനിയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെഡിക്കൽ സംഘം സജീവമാണെന്നും കഴിഞ്ഞ ദിവസം ജില്ലാ ആസ്ഥാനത്ത് ചേർന്ന ആരോഗ്യവകുപ്പിന്റെ യോഗം വിലയിരുത്തി. രോഗപ്രതിരോധത്തിനായി കിണറുകളിൽ ക്ലോറിൻ തളിച്ചതായും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും യോഗം വിലയിരുത്തി. റിപ്പോർട്ടർ, മലപ്പുറം.